ഹായ്. അപ്പം നമ്മൾ തോട്ടിന്ന് കിട്ടിയതാണ് തെരണ്ടി. തോട്ടിന്ന് കിട്ടാൻ തെരണ്ടി വിശ്വസിച്ച് തന്നെ തിരിച്ചു പിടിക്കാതെ. അപ്പൊ ഇന്ന് ടൗണില് ഋത്തിക്കിനെ കൊണ്ടാക്കാൻ വേണ്ടി സ്കൂൾ കൊണ്ടാക്കാൻ വേണ്ടി പോയാലോ അവിടെ തെരണ്ടി കണ്ടേ. അങ്ങനെയൊന്നും ഇത് അങ്ങനെ കാണില്ല, വലിയതെല്ലാം കാണില്ല, ഇത് ചെറുതാട്ടാ. അതെ, അവര് നമ്മൾ മുറിച്ചിട്ടാണ് എടുക്കാല് അധികം. മുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വിജോട്ടിന് ഇടി അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉമ്മ കൊടുക്കാനാ. ഇങ്ങനത്തെ ഒന്നും പേടിയില്ല കേട്ടോ. പാമ്പ് വന്നാലും കഴിച്ചു പിടിക്കും. അത് കുട്ടികൾ ഇപ്പൊ അങ്ങനെയാണ്. ഒന്ന് കൈമ കൊടുക്കോ, ഒന്ന് കൈമ കൊടുക്കേ. അപ്പൊ അധികം നമ്മള് തെരണ്ടി കിട്ടിയാൽ നമ്മള് കൊത്തമ്പാര അരച്ച് കറി വെക്കലാന്ന്. അപ്പൊ ഇന്ന് വെച്ചാല് ഇത് നമുക്ക് വറുത്തിയെടുക്കാം അല്ലേ. അപ്പൊ വറുത്തിയെടുക്കാൻ പോയെന്നെ. അപ്പൊ ഇന്ന് ഇതെല്ലാ വീഡിയോ ചേട്ടാ അല്ലേ. അതെ, ഇത് ഇന്ന് നമ്മളിതിന്റെ ഭാഗമായിട്ടാണ്. മെയിനായിട്ട് എന്ന് പറഞ്ഞാലേ നമ്മൾ തായ്ലാൻഡിൽ പോയിട്ടുണ്ടേനെ. തായ്ലാൻഡിൽ പോയാൽ നമ്മൾ കുറേ സ്ഥലത്ത് പോയിനേനും. അവർ കുറേ സ്ഥലം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. ആ സമയത്ത് നമ്മളെത്ര 4-5 ദിവസം 5-6 ദിവസം ഉണ്ടായിട്ടില്ലേ. അതിൽ ഇടാത്തൊരു സ്ഥലമാണ് പട്ടായ. എല്ലാവരും പറയുന്നത് തായ്ലാൻഡ് പറഞ്ഞാൽ പട്ടായ, ബാങ്കോക്ക് അല്ല നമ്മൾ ഇട്ടിന്. പട്ടായ ഇപ്പോൾ അത് ഇട്ടിട്ടില്ല നമ്മൾ അന്നേരം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനകത്തേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എടുത്ത് നോക്കുമ്പോൾ വീഡിയോ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ അന്നേരം വിട്ടുപോയ സത്യത്തിൽ. അത് മാത്രമല്ല വേറൊരു വീഡിയോ കൂടി ഉണ്ട്, ഡാൻസിൻ്റെ ഒരു സ്ഥലമില്ലേ, അൽക്കാസ ഡാൻസ്. ഇത് രണ്ടും ഫേമസ് ആണ് സ്ഥലം അവിടുത്തെ. അപ്പോൾ അവിടെ പോയി എൻ്റെ രണ്ടിന് വീഡിയോ ഇട്ടില്ല. അൽക്കാസ പിന്നെ ഇടാം. ഈ വീഡിയോ നമുക്ക് ഈ പട്ടായ എന്ത് ബാക്കി സ്ട്രീറ്റിൽ പോയതാണ്. അപ്പോൾ ബാക്കി സ്ട്രീറ്റിൽ ഞാനും കവിയും എല്ലാം കൂടി അങ്ങനെയാണ് പോയത്. അപ്പോൾ നമുക്ക് ആ പോയതിൻ്റെ കുറച്ച് വിഷ്വൽ, നമുക്ക് എല്ലാവരുടെയും ഒന്നും വീഡിയോ എടുക്കാൻ അവിടെ അങ്ങനെ അങ്ങോട്ട് എടുക്കാനുള്ള ഇതില്ല. എന്നാലും നമ്മൾ സാധാരണ നമ്മളെല്ലാവരും പോകുന്ന പോലെയുള്ള ആ കാഴ്ച നമുക്ക് അടുത്ത് കാണാം. നമ്മൾ കുറേ കട്ട് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം അടുത്ത ഒരു ജീവിത രീതിയും അവരൊരു സ്റ്റൈലും എല്ലാം അങ്ങനെയാണ്. നമുക്കിടത് അങ്ങനെയല്ല, നമുക്കത് ഉൾക്കൊള്ളാൻ കുറച്ചൊരു ഇതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളും എങ്ങനെയാണ് അവിടുത്തെ ഹോട്ടല് അതുപോലത്തെ കാര്യങ്ങൾ എന്നെല്ലാം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലാവുന്ന കാണിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാം. അതിലിടയ്ക്ക് തെരണ്ടീൻ്റെ ഒന്ന് ഓടിച്ചു പോയിട്ട് നമുക്ക് വേഗം യാത്ര എടുത്ത പട്ടായയിലേക്ക് പോകാം. ഇതെന്താണ് ആക്രി സാധനം മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് കേട്ടോ. ഓ, ഇവനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടല്ലേ, എന്താ പോകുന്നത് വിചാരിച്ച് നോക്കുന്നുണ്ട് കേട്ടാ. വണ്ടി ഓട്ടോ സ്റ്റാൻഡിച്ചാണ്. പട്ടായത്തിലേക്കാ പോയിട്ട് ഒന്നും കൂടി പോവാ. അതെ, നമ്മൾ കുറേ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നടക്കുമ്പോൾ നമ്മൾ കുറേ ഫാമിലിനെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലവരെല്ലാം പറയും തായ്ലാൻഡ് അങ്ങേവാത്തലും ഫാമിലി ആയിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങനെ പോകാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ സ്ഥലം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരിലുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് നമുക്ക് അവർക്കും കൂടി ഒന്ന് സ്ഥലം കാണിച്ചു കൊടുക്കാം. തെരണ്ടി ആക്കുന്നവരൊക്കെ അധികം സമയമില്ലാത്തതുകൊണ്ട് പിട്ട് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചിലരുണ്ട്. ഇടാം തെരണ്ടി ഒന്ന് മുറിച്ചു. ഇതിൽ പിന്നെ മുള്ളില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അച്ഛയെത്തിയിട്ടുണ്ട്. അച്ഛൻ ഇന്ന് ആദ്യത്തെ ഫുഡിൻ്റെ പരിപാടി ഇന്ന് ചെയ്തു കേട്ടോ. നമ്മളെ കേൽബ്രോസ് കൺസൾട്ടിങ്ങിൽ ആദ്യത്തെ നമ്മൾ ഇവൻറ്റിന് 1-2 ചെയ്തു. പക്ഷേ ഫുഡ് ഫസ്റ്റാണ്. പറയൂ, എന്താ എക്സ്പീരിയൻസ്? ഫുഡ് കൊണ്ടുകൊടുത്തു. ആദ്യത്തെ ആയതുകൊണ്ട് ഞാൻ തന്നെ എടുത്തിട്ട് കൊണ്ടുകൊടുത്തു. അപ്പോൾ ഹാപ്പിയാണ്. നമ്മൾ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ സാധനം എത്തിച്ചു. ചെറിയ പരിപാടിയാണ്. നമ്മൾ ചെറിയ പരിപാടി മുതൽ വലിയ പരിപാടികൾ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും വിചാരിക്കും ചെറിയ പരിപാടി ചെയ്യുമോ എന്ന് വിചാരിച്ച് നിൽക്കും. അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഒരു 10-30 ആക്കെല്ലാം ഇവരോട് എങ്ങനെയാണ് വിളിച്ചത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബിൽഡേഴ്സിൻ്റെ പരിപാടിയാണെങ്കിലും ഇവന്റ് മാനേജ്മെൻറ്റിൻ്റെ പരിപാടിയാണെങ്കിലും ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാനാണെങ്കിലും. ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഒരു ട്രിപ്പ് കാര്യങ്ങളെല്ലാം ഇപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് വന്നല്ലേ, കുറേ ആൾക്കാരായിട്ടുണ്ട്. ഇനിയിപ്പം കേരള കണ്ണൂരിൻ്റെ കേരള ട്രിപ്പ് അങ്ങനെ ഓരോ പാക്കേജ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഷീ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു പരിപാടി. അങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. എന്തെങ്കിലും ടൂർസോ ഇവൻറ്റ്സോ ബിൽഡേഴ്സോ അല്ലെങ്കിൽ വണ്ടികൾ യൂസ് ആർട്സിൻ്റെ പരിപാടി എന്തായാലും ഉണ്ടെങ്കിൽ നമ്പർ താഴെ ഇന്നത്തെ വീട്ടിൽ കമൻസ് ബോക്സ് കൊടുക്കുക. എന്തായാലും കോൺടാക്ട് ചെയ്തോ, അച്ഛയെന്ന് എടുക്കുക. അപ്പോൾ നല്ലത് ഭംഗിയായി ചെയ്തു തരും. ഇപ്പോൾ ഓരോ വീഡിയോൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നത് കേട്ടോ. ഇവർ കാണുമ്പോൾ ഇപ്പം നമ്മൾ അതുകൂടി പറയുമെന്നേ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോട്ടോ. അങ്ങനെ സാധനം എണിക്കാനോ അല്ല ബുക്ക് ചെയ്യാനോ മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെൺകുട്ടികൾ എന്തെങ്കിലും ആലോചനകളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അല്ലേ വി? അതെ, അത് അക്ഷയനെ കോൺടാക്ട് ചെയ്യണ്ട. നമ്മളെ പിന്നെ നമ്മളെ ഇതിൻ്റെ അകത്തേക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കേബ്രൂജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ബന്ധത്തിലോ അങ്ങനെ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇത് എൻ്റെ വകയിലെ പ്രൊമോഷനാണ്.
പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇത് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞല്ലേ അതെ. അച്ഛൻ്റെ പെണ്ണ് കല്യാണ പരിപാടിയിൽ നമ്മൾ പ്ലാൻ ആക്കുന്നുണ്ട്. ഓനറിയില്ല അല്ലേ? അറിഞ്ഞാടാ? ഇല്ല, ഞാനറിയില്ല. അറിയില്ല. അപ്പോൾ നമ്മൾ കല്യാണ പരിപാടി നോക്കുന്നുണ്ടേ. അപ്പോൾ നല്ല പെൺകുട്ടികളിൽ നിന്നും നല്ല സ്വഭാവമാണ്, അടിപൊളിയാണ് എന്ന് പറയണ്ടല്ലോ. നമ്മളെ വീട്ടിലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നേക്കും. നമുക്ക് പണ്ടേ അറിയുന്നതല്ലേ. ഞാൻ ഇപ്പൊ വന്നിട്ട് 10 കൊല്ലമായി ഓനെ നോക്കുന്നുണ്ട്. നല്ല ചെക്കനാണ്. അങ്ങനത്തെ വേണ്ടാത്ത ഒരു വെള്ളടിക്കലോ സിഗരറ്റ് വലിക്കലോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ വന്നിട്ട് ഇല്ല കേട്ടാ. ഒന്നുമില്ല, അടിപൊളിയാണ്. അയ്യോ, ഞാൻ പറയും പോലെ മൈക്ക് നിനക്ക് വെച്ചിട്ടില്ല. അച്ഛൻ നീ പറയുന്നത് കിട്ടൂലേ? കിട്ടുമല്ലേ? കിട്ടുമായിരിക്കും. എൻ്റെ അടുത്തുണ്ട്. ഒരു മൈക്ക് ആടിയില്ലേ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി പറയുന്നത്. അപ്പോൾ നല്ല ചെക്കനാണ്, നമ്മളാണ് അതിൻ്റെ ഗ്യാരണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ആലോചനകളും കൂടി ഞങ്ങളെ ഭാഗത്ത് നിന്ന് പറയുന്നേ. എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ എവിടെയെങ്കിലും ഒന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉടൻ തന്നെ സെറ്റാക്കും. എന്നാ പറയണ്ടെന്ന് അറിയിട്ട് നാണം വന്ന് കുട്ടീനെല്ലാം എടുത്തിട്ട് കൊഞ്ചിക്കുന്ന പോലെ അഭിനയിക്കുന്നേ, ഇത് അഭിനയിക്കുന്നോ? അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും സങ്കല്പം എങ്ങനെ ഉണ്ടാ? എന്തെങ്കിലും സങ്കല്പം ഉണ്ടാ? അപ്പോൾ അങ്ങനെ സങ്കല്പങ്ങളായിരുന്നില്ല. നമുക്കിപ്പോൾ നമുക്കിത് അടുത്ത് തന്നെ ഉണ്ടല്ലോ, നമുക്കൊരാൾ കാണിച്ചു കൊടുക്കാൻ. ഏകദേശം ഇതേപോലത്തെ ഒരാളാ. അപ്പോൾ കവിയേച്ചി വിളിക്കാം. ബിജോട്ട വിളിക്കുന്നുണ്ട്. കവിയേച്ചി. ഞാനും ഓനും ഒരേ ചെറിയ വയസ്സേ ഉള്ളൂ, 25 വയസ്സ്, 26. 28 വയസ്സായി. അതെ. എന്തായാലും നമ്മള് 29-30 പരിപാടി നമ്മള്. അതെ, എന്നെ പറ്റിയിട്ടാണ്. എന്നെ പറ്റി തന്നെ എന്നാ പറയുന്നത്? അതൊക്കെ നാണമൊന്നുമില്ല അതല്ലേ. അപ്പൊ നമ്മള് ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, തമാശയല്ല. നമ്മളങ്ങനെ ഒരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അറിയിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ ആളാണല്ലോ, അപ്പോൾ ഒന്നും കൂടി അറിയിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പോക്ക്, അതുപോലെ തന്നെ പെണ്ണ് കാണല്, സെറ്റാക്കൽ എല്ലാം വ്ളോഗായിട്ടുണ്ടാവും. എല്ലാം വ്ളോഗുകളുണ്ടാവും. എല്ലാം സെറ്റ് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ആദ്യം പെണ്ണൊന്നും എവിടെയും കൊണ്ട് നമ്മൾ അറിയട്ടെ. നമ്മൾ അപ്പാട് പെണ്ണാണ്. കവിനെ മുടിയിട്ട് കാണാൻ നല്ല രസമുണ്ട് എന്നാണോ പറയേണ്ടത്? എന്നാ തിരിയുന്നില്ല. അത് ഉള്ള പോലെ പറഞ്ഞാൽ മതി. ഉള്ള പോലെ പറഞ്ഞാൽ നല്ല രസം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. എൻ്റെ വിജയോട്ടനല്ലേ പറയുന്നത്? എനിക്ക് ഓക്കെ. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെക്കുന്ന വെച്ചാൽ സാധാരണയായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നില്ല. ചിക്കന് മൂപ്പിച്ചെടുക്കുന്ന പോലെ ഉള്ളിയും തക്കാളി ഇതെല്ലാം മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇട്ട് കൊടുക്കും. മുളക് പൊടി, മഞ്ഞളിടും. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് മീൻ നമ്മൾ കിരണ്ടി ഇട്ടിട്ട് സമയം തിളപ്പിച്ച് വേവിച്ചിട്ട് വാങ്ങിയാലായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. സിമ്പിൾ. ആക്കിയത് കഴിക്കലുണ്ട്. ആക്കിയത് കഴിക്കും, ഞാൻ ആക്കിയത് ആരും കഴിക്കൂല. അങ്ങനെയുണ്ട്. അപ്പം നല്ല മീൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം കുറച്ച് കുറഞ്ഞ് വരണ്ട് വരും. നല്ല തേങ്ങാപ്പാലായതുകൊണ്ടില്ലേ രസമുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ തെരണ്ടി ഫ്രൈ ഏകദേശം 3 മണിയായി. ചോറുണ്ടില്ല. ചോറുന്ന. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് നേരെ പട്ടായയിലേക്ക് പോവാം. പട്ടായയിലെ വാക്കി സ്ട്രീറ്റിലേക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ട് കാണാം. അതാണ് പട്ടായയിലെ വാക്കി സ്ട്രീറ്റ്. അടിയുള്ളത് ഉള്ളിൽ തവളയിറച്ചി ഉണ്ടാവും കേട്ടോ. എന്നാല് ഇവിടെ അധികം അങ്ങനെ മുതലുള്ള കടയിനടുക്കെല്ലാം മുതലിറച്ചി ഉണ്ടായിരുന്നു. തവളയില അധികം തവളയിറച്ചി ഉണ്ടാവും. എന്താ ഈ ഗ്രീൻ ചപ്പ് കണ്ടു? എലേൻ്റെ പടമെല്ലാം മസാജ് സെൻ്റർ ഉണ്ട് എല്ലാ ഭാഗത്തും. റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലേ? ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. വാങ്ങി സ്ട്രീറ്റ് ഇടാ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണോ? വാങ്ങി സ്ട്രീറ്റിലേക്ക് വരുമെന്ന്. ഇല്ല ഇല്ല, ഇവിടുന്ന് അങ്ങോട്ട് നടക്കല മാത്രം. ഏതാ ഫുള്ളായിട്ട് നടക്കാനുള്ള സൗകര്യമുണ്ട്. ഏത് ആറുകളാണ് കേട്ടോ ഫുള്ളായിട്ട്. ബോളറിയില്ല ഓർത്തത് ആടെ കണ്ട ബോളറിഞ്ഞിട്ട് അവർ താലി വന്നൊരു സംഭവം. അതന്നെ തന്നെ തന്നെ. ആ ഇവിടെ അല്ല. അതെ ബ്ലാക്കാണ്. ഇവിടെ സൗണ്ടെല്ലാം കിട്ടാറില്ല കേട്ടോ. ഫുൾ പാട്ടാണ്. നമ്മൾ ഐസ്ക്രീം മറ്റേ ഐസ്ക്രീം ഇല്ലേ? അതിനുള്ള റെസ്ലിംഗ് ഉണ്ട് പോലും കേട്ടോ. WWE അതിലുള്ള മറ്റേ റെസ്ലിംഗ് ഇല്ലേ? അതെ.
ആ ഇവിടെ ഇപ്പൊ അത്ര വലിയ തിരക്കൊന്നുമില്ല അല്ലേ? അത് ഇത് ബാക്കി സ്ട്രീറ്റാ, ഇവിടെ വണ്ടിയില്ല. ഇത് നമ്മളെ ഇപ്പൊ നാട്ടിലെന്തെങ്കിലും സെലിബ്രേറ്റ് വരില്ലേ, സെലിബ്രേഷൻ ഓരോരോ വീട്ടിലെ പോയ പോലെ ഉള്ള കേട്ടോ മൊത്തത്തില്. പിന്നെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടാ, ഇതൊരു മാജിക് ആട്ടാ. ഒന്നുമില്ല. ഹായ്, നാട്ടിലെവിടെയാ? ആലുവ. ആലുവ ആലുവ. ഓക്കെ ബ്രോ, ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ബാത്തെല്ലാം കൊടുത്തിട്ട് നമ്മൾ തരുവാന്ന് കേട്ടാ. സൂപ്പർ പരിപാടിയായിരുന്നു മാജിക്. ഇത് കോയിന്റെ മറ്റേ സാധന പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. പുയ്യാപ്പിള കറ്റില പോലെ ഉണ്ട് കേട്ടതാ. ഇതാ ഓ ചോറ് ഇതാടാ. ഏതോ സംഭവമാണ്. ഇവിടെ ഫ്രൂട്ട്സ് ആണ് കേട്ടാ. വളരെ ഫുള്ളായിട്ട് അടിപൊളിയാണ് കേട്ടാ. ഫുൾ കളർഫുൾ ആണ്. ഇറച്ചെല്ലാം ഇവർ തൂക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെ നമ്മളവിടെ ഇറങ്ങി. ചൂടൊന്നുമില്ല, നല്ല സുഖമുണ്ട് നടക്കാൻ. നല്ല സുഖമുണ്ട്. നമ്മളെ നാട്ടിലെ അതേ കാലാവസ്ഥയാണ് ഇവിടെ. നല്ല നമ്മളെ നാടുപോലിനെ ഉള്ളത് കേട്ടാ. അതായത് ആ ഒരു കാലാവസ്ഥ അങ്ങനെയാ ഉള്ളത്. ഒന്നും കേൾക്കൂല നമ്മൾ പറയുന്നത്. എന്നുവെച്ചാല് പാട്ടും ഇതെല്ലാം ബോർഡും പിടിച്ച ആള് നിന്നുണ്ട് കേട്ടാ. ഹലോ ഹലോ പറയാൻ എന്നാ പറയാ? ഇവര് നമ്മളെ കടയിനുള്ളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇവര് പുറത്ത് നിന്നിട്ട് വിളിക്കലാണ് കേട്ടാ. അങ്ങോട്ടേക്ക് ബാറും അങ്ങനെ ബാറിന്റെ ബന്ധപ്പെട്ട പരിപാടിയെല്ലാം കേട്ടാ. നല്ല ഒരു വലിയ സ്ട്രീറ്റാട്ടോ. ഇവിടുന്ന് അങ്ങത്തോളം നടക്കാനാണ്. ഇവിടുന്ന് അവിടുന്ന് തുടങ്ങിയ ആളെ വരെ നടക്കാനാണ്. ഇവരെ ഈ ബാറിന്റെ ഇത് സംഭവത്തിനുള്ളിലേക്കാണ്. ജസ്റ്റ് ഒന്ന് കയറി ഉള്ളിലൊന്ന് കണ്ടിട്ട് വെച്ചിട്ടാണ്. Junk inside your trunk. I'ma get കാലിക്കറ്റ്. ആ ഓക്കെ, എല്ലാവരും ഉണ്ടല്ലേ? ഹായ് 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 ഹായ്. കണ്ണൂരാ? എവിടെയാ?
പഴയങ്ങാടി ആ ഓക്കെ എല്ലാവരും ഉണ്ടല്ല. അങ്ങനെ നമ്മളെ നാട്ടിലെ കുറച്ച് ഫാമിലിനെ കണ്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഒരു ബാക്കി സ്ട്രീറ്റ് തന്നെ കേട്ടാ. കാറ്റടിക്കുന്ന സ്ഥലം. എന്നാ അതിനുള്ളിൽ കാണാനല്ലേ? എന്നാ പരിപാടി എന്നാ? തിരിക്കാം. ലോബ്സ്റ്റർ ലോബ്സ്റ്റർ. ഹായ്. അങ്ങനെ ബാക്കി സ്ട്രീറ്റിന്റെ ആ ഏറ്റവും നമ്മൾ ഈടി എത്തി കേട്ടോ. എന്നിട്ട് വഴിയില്ല ഇങ്ങനെ പോണോ? ഭഗവാനെ ഇനി ഇങ്ങോട്ട് തിരിച്ചും പോണം പോലും കേട്ടോ. അങ്ങത്തോളം ഹലോ ഹായ് കേരോ എപ്പോഴത്തെ ആ അങ്ങനെ നമ്മള് തിരിച്ചിട്ട് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്ന്. അടിപൊളിയായിരുന്നു. നടക്കാനൊരു ഇത് ഭയങ്കരമായിട്ട് അങ്ങനെ. പക്ഷെ നമ്മള് വിചാരിക്കാത്ത പല പല ആക്ടിവിറ്റീസും പരിപാടികളാണ് കൂടുതലുള്ളത്. നമ്മളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇടന്ന് കുറെ ദൂരം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാല് കുറെ ബാറുകള്. ഇതാണ് തായ്ലാൻഡിലെ പട്ടായയിലെ ബാക്കി സ്ട്രീറ്റ്. നമ്മൾ ഓരോരുത്തരും എങ്ങനെ കാണുന്നു അങ്ങനെയായിരിക്കും ഓരോരുത്തരും അനുഭവം. അപ്പം നമ്മളിപ്പോൾ വന്നപ്പോൾ ഫാമിലി ആയിട്ട് പോയിട്ട് മുഴുവനായിട്ട് അകത്തോളം പോയിട്ട് വന്ന് നമ്മളെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മളെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം.